സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത്, ജനങ്ങളുടെ കോടതി എന്ന് അറിയപ്പെടുന്നത് ലോക് അദാലത്താണ്. ലോക് അദാലത്താണ് ജനങ്ങളുടെ കോടതി എന്ന് അറിയപ്പെടുന്നത്. ലോക് അദാലത്ത്. കൃഷ്ണഗിരി സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. വയനാട് ജില്ലയിലാണ് കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി അസിമുള്ള ഖാനാണ്. അസിമുള്ള ഖാനാണ് 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. 1920കളിൽ മധാരി പാസിയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന കർഷക പ്രക്ഷോഭം. 1920കളിൽ മധാരി പാസിയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന കർഷക പ്രക്ഷോഭം ഏകപ്രസ്ഥാനം എവിടെയാണ് നടന്നത്? ഉത്തർപ്രദേശിലാണ്. ആരുടെ നേതൃത്വത്തിലാണ്? മധാരി പാസി. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ഹോർമോണിന്റെ പേര് കോർട്ടിസോൾ. എന്താണ് നിർമ്മിക്കുന്നതിന് എന്ത് നിർമ്മിക്കുന്നതിനാണ് സഹായിക്കുന്നത്? ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്നു. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഹൈക്കോടതി ജഡ്ജി. ഹൈക്കോടതി ജഡ്ജിക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് അഡ്വക്കേറ്റ് ജനറലിന് വേണ്ടത്. അടുത്ത ചോദ്യം, കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം. കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം ഭ്രമണമാണ്. ഭ്രമണം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത എന്ന സംഘടന സ്ഥാപിച്ചത്. സംഘടനയുടെ പേര് ആസാദ് ദസ്ത. സ്ഥാപിക്കപ്പെട്ട സമയം ക്വിറ്റ് ഇന്ത്യ സമരകാലമാണ്. സംഘടന സ്ഥാപിച്ചത് ആരാണ്? ജയപ്രകാശ് നാരായണാണ്. ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ജയപ്രകാശ് നാരായൺ. അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം ഏതാണ്? അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. ചാൽക്കോജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്. ചാൽക്കോജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് 16ാം ഗ്രൂപ്പാണ്. 16ാം ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരാണ് ചാൽക്കോജൻ കുടുംബം. ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നത് 17ാം ഗ്രൂപ്പാണ്. 17ാം ഗ്രൂപ്പ്. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം ഏതാണ്? ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം സൾഫർ ആണ്. സൾഫർ. ജന്തുക്കളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണം, ആന്ത്രാക്സ് രോഗത്തിന് കാരണം ബാക്ടീരിയയാണ്. ബാക്ടീരിയ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ കണ്ണൂരാണ്. കണ്ണൂർ. ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതു മേഖല ഏതാണ്? ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതു മേഖല ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഏതിനത്തിൽപ്പെട്ട ജീവിയാണ് ഗ്രാമലക്ഷ്മി? ഗ്രാമലക്ഷ്മി എന്നത് ഏതിനത്തിൽപ്പെട്ട ജീവിയാണ്? കോഴിയാണ്. കോഴി. സ്വത്തവകാശം ഇപ്പോൾ ഏതു തരം അവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ ഏതു തരം അവകാശമാണ്? നിയമാവകാശമാണ്. നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം ഇപ്പോൾ.
ഇതിനു മുമ്പ് സ്വത്തവകാശം എന്ത് അവകാശമായിരുന്നു, ഏത് തരത്തിലുള്ള അവകാശമായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. കേരളത്തിലെ പെലെ എന്നറിയപ്പെട്ടത് ആരാണ്? കേരളത്തിലെ പെലെ എന്നറിയപ്പെട്ടത് TKS മണിയാണ്. TKS മണിയാണ് കേരളത്തിലെ പെലെ എന്ന് അറിയപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല, കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഏതാണ്? കാസർഗോഡ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് 1995 1995 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ഏതാണ്? വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ആൽഡോസ്റ്റിറോൺ ആണ്. ആൽഡോസ്റ്റിറോൺ. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനങ്ങൾ സൗകര്യം ഏർപ്പെടുത്തണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം ഏതാണ്? ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനങ്ങൾ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം 350A ആണ്. അനുച്ഛേദം 350A. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആരായിരുന്നു? ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ. ആദിത്യവർമ്മ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ രചിച്ചത് ആരാണ്? ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന കൃതി ആരുടേതാണ്? MN റോയിയുടേതാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്നത്. MN റോയ്. ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന നദി? ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. പാമ്പാർ. കരം തമ്മണ്ണ ദൊരയുടെ നേതൃത്വത്തിൽ 1839 മുതൽ വിവിധ റംപ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം ഏതാണ്? റംപ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആരുടെ നേതൃത്വത്തിലാണ്? കരം തമ്മണ്ണ ദൊരയുടെ നേതൃത്വത്തിൽ 1839 മുതൽ വിവിധ റംപ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് ആരാണ്? ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പനാണ് ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത്. പണ്ഡിറ്റ് കറുപ്പൻ. 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് അഡ്രിനൽ ഗ്രന്ഥിയാണ്. അഡ്രിനൽ ഗ്രന്ഥിയാണ് 4S ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത്. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ്. പമ്പ നദി. ഡംബൽ ആകൃതിയിലുള്ള സബ്ഷെൽ ഏതാണ്? ഡംബലിന്റെ ആകൃതിയിലുള്ള സബ്ഷെല്ലാണ് പി സബ്ഷെല്ലാണ് ഡംബലിന്റെ ആകൃതിയിലുള്ള സബ്ഷെൽ. ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലിൽ നിന്ന് വമിക്കുന്നതുമായ വാതകമേതാണ്? ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലിൽ നിന്ന് വമിക്കുന്നതുമായ വാതകം മീഥേൻ ആണ്. മീഥേൻ. റബ്ബർ പാൽ ഉറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? റബ്ബർ പാൽ ഉറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചിൻ ചൈന എന്തിൻ്റെ വിത്തിനമാണ്? കൊച്ചിൻ ചൈന എന്നത് തെങ്ങിൻ്റെ വിത്തിനമാണ്. തെങ്ങ്. പേര് കൊച്ചിൻ ചൈന. തേങ്ങാ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ ഏതാണ്? തേങ്ങാ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ സൈറ്റോകൈനിൻ ആണ്. സൈറ്റോകൈനിൻ. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റ് എന്തിനു വേണ്ടിയുള്ളതാണ്? വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം ഏത്?
ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം? കോക്ലിയയാണ്. കോക്ലിയയാണ് ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം. വസൂരിക്ക് കാരണമായ രോഗകാരി? വസൂരിക്ക് കാരണമായ രോഗകാരിയാണ് വേരിയോള വൈറസ്. വേരിയോള വൈറസ് വസൂരിക്ക് കാരണമായ രോഗകാരി. പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? പേശികൾക്ക് നിറം നൽകുന്നത് മയോഗ്ലോബിനാണ്. മയോഗ്ലോബിനാണ് പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു. റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് മുട്ടയാണ്. ഗോവ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷ കൊങ്കണി. അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത് ആര്? അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത് ലിയോണാർഡോ ഡാവിഞ്ചിയാണ്. ലിയോണാർഡോ ഡാവിഞ്ചി. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയത് 1986 1986 ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയത്. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് സ്വരാജ് ദാദാബായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ദാദാബായ് നവറോജി. ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണം? ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണം അപവർത്തനമാണ്. അപവർത്തനം. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ്. അജ്ഞാതനായ ഇന്ത്യക്കാരൻ്റെ ആത്മകഥ ആരുടെ രചനയാണ്? അജ്ഞാതനായ ഇന്ത്യക്കാരൻ്റെ ആത്മകഥ നിരാദ് സി ചൗധരി. ആരുടെ രചനയാണ്? നിരാദ് സി ചൗധരി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ അന്ന രാജം മൽഹോത്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ ആരാണ്? അന്ന രാജം മൽഹോത്ര. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ? കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണ റാവു ആണ്. ഡോക്ടർ ബി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണ റാവു. രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം എന്നാണ്? രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം നവംബർ 30 നവംബർ 30. കേരളത്തിലെ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം? കേരളത്തിലെ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടലാണ്. ഉരുൾപൊട്ടൽ. ധാതു മിയാന്റെ നേതൃത്വത്തിൽ നടന്ന കലാപം ഏതാണ്? ധാതു മിയാന്റെ നേതൃത്വത്തിൽ നടന്ന കലാപമാണ് ഫറായ്സി കലാപം. ഫറായ്സി കലാപം. ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്? ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് ഇരുമ്പ്. പാകമായ ഇലകൾ, ഫലങ്ങൾ എന്നിവ പൊഴിയാൻ സഹായകമായ സസ്യ ഹോർമോൺ? പാകമായ ഇലകൾ, ഫലങ്ങൾ എന്നിവ പൊഴിയാൻ സഹായകമായ സസ്യ ഹോർമോണാണ് അബ്സസിക് ആസിഡ്. അബ്സസിക് ആസിഡ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര അനുച്ഛേദങ്ങളും ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്? ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര അനുച്ഛേദങ്ങളും ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്? 395 അനുച്ഛേദങ്ങളും 8 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ ഭരണഘടനയിൽ എത്ര അനുച്ഛേദങ്ങളും ഷെഡ്യൂളുകളുമാണ് ഉള്ളത് എന്ന് കമന്റ് ചെയ്യുക. പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേര്? പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേര് സുഷമ സ്വരാജ് ഭവൻ എന്നാണ്. സുഷമ സ്വരാജ് ഭവൻ. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണുന്ന ഗ്രന്ഥി? മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി. രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ കുറവുമായ ഹോർമോൺ ഏത്? രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ ഉൽപാദനം കുറവുമായ ഹോർമോണാണ് മെലാട്ടോണിൻ. ഹോർമോണിന്റെ പേര് മെലാട്ടോണിൻ. രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുതലായിരിക്കും, പകൽ സമയത്ത് കുറവായിരിക്കും. മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി.
വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളിയാണ്, വെള്ളി. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില അവസാദ ശിലയാണ്. അവസാദ ശിലകളിലാണ് പെട്രോളിയം രൂപം കൊള്ളുന്നത്. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ജുഗ്നു. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം? പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് 1951-ലാണ്. 1951-ലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്? ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954-ലാണ്. 1954. തുരുമ്പിച്ച ഗ്രഹം ചൊവ്വ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം ഏതാണ്? ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിൻ. ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ്. ഇന്ത്യയുടെ പാൽ തൊട്ടി ഹരിയാന. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലിനോളജി. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം? ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്നത് കറുപ്പ് നിറമാണ്. കറുപ്പ്. വാക്വം ട്യൂബിന്റെ ഏറ്റവും ചെറിയ രൂപം ഡയോഡ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക്. ജലത്തിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം 2:1 ആണ്. H2O. ജലത്തിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം 2:1. കാറ്റിനെ കുറിച്ചുള്ള പഠനം അനിമോളജി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാർ. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. റാവു സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ? അയ്യത്താൻ ഗോപാലനാണ് റാവു സാഹിബ് എന്ന് അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല? മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട. മുടി, നഖം എന്നിവ നിർമ്മിച്ചിരിക്കുന്ന മാംസ്യം കെരാറ്റിൻ. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിനു ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാത? സഞ്ചാരപാതയാണ് ഓർബിറ്റ്. മാലിദ്വീപ് ഏത് മഹാസമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. മഹാസമുദ്രം. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് എന്ന് ചോദിച്ചാൽ അവകാശികൾ. പൗരസ്ത്യ ദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെട്ട ഭാഷ തെലുങ്ക് ഭാഷയാണ്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്?
ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. 3F ഹോർമോൺ എന്നറിയപ്പെടുന്നത് 3F ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ ആണ്. അഡ്രിനാലിനാണ് 3F ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് പെരിയോഡോണ്ടൈറ്റിസ്? പെരിയോഡോണ്ടൈറ്റിസ് എന്നത് ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? വായയെ ബാധിക്കുന്ന രോഗമാണ്. പ്രകാശ സംശ്ലേഷണ തോത് കൂടുന്നത് ഏത് ഘടകവർണ്ണം ഉപയോഗിക്കുമ്പോഴാണ്? പ്രകാശ സംശ്ലേഷണ തോത് കൂടുന്നത് ഏത് ഘടകവർണ്ണം ഉപയോഗിക്കുമ്പോഴാണ്? ചുവപ്പാണ്. ചുവപ്പ്. ആരുടെ പരാജയമാണ് ആ വ്യക്തിയുടെ പരാജയത്തെക്കാൾ തൻ്റേതാണ് എന്ന് ഗാന്ധിജി 1939 പ്രസ്താവിച്ചത്? ആരുടെ പരാജയമാണ് ആ വ്യക്തിയുടെ പരാജയത്തെക്കാൾ തൻ്റേതാണ് എന്ന് ഗാന്ധിജി 1939 പ്രസ്താവിച്ചത്? പട്ടാഭി സീതാരാമയ്യയുടേതാണ്. പട്ടാഭി സീതാരാമയ്യ. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പർവ്വത മണ്ണാണ്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പർവ്വത മണ്ണ്. സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് ആരാണ്? സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് KR ഗൗരിയമ്മയാണ്. KR ഗൗരിയമ്മ. ലോമികകൾ കണ്ടുപിടിച്ചത് ആര്? ലോമികകൾ മാർസെല്ലോ മാൽപിജി ആണ്. മാർസെല്ലോ മാൽപിജി. മഞ്ഞപ്പനി പരത്തുന്ന കൊതുക്. മഞ്ഞപ്പനി പരത്തുന്ന കൊതുക് ഇനം ഈഡീസ് ഈജിപ്തി ആണ്. ഈഡീസ് ഈജിപ്തി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ആർബോ വൈറസ് ആണ്. ആർബോ വൈറസ് ആണ് മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.